പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് കഥ മുഴുവൻ മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ട്രെയിലർ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു, ചില പ്രധാന രംഗങ്ങൾ കാണിക്കുന്നു, നമ്മിൽ ചില പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ മുഴുവൻ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ നാം കരുതിയതിലും കഥ വളരെ വലുതാണെന്ന് മനസ്സിലാകാറുണ്ട്. ട്രെയിലർ തെറ്റായിരുന്നില്ല, പക്ഷേ അത് മുഴുവൻ കഥ പറഞ്ഞിരുന്നില്ല. ജീവിതവും ചിലപ്പോൾ അങ്ങനെയാണ്, മനുഷ്യരും അങ്ങനെയാണ്, വിശ്വാസവും അങ്ങനെയാകാം. നമുക്ക് അറിയാവുന്നത് സത്യമായിരിക്കാം, എന്നാൽ അത് പൂർണ്ണസത്യമാകണമെന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നേരിടുന്നത് ഇതേ യാഥാർത്ഥ്യമാണ്. ശാസ്ത്രിമാർക്ക് ഒരു സത്യം അറിയാമായിരുന്നു. മിശിഹ ദാവീദിന്റെ പുത്രനായിരിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു. ദാവീദിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ അവർ അറിഞ്ഞിരുന്നു. പ്രവചനങ്ങൾ അവർ അറിഞ്ഞിരുന്നു. തിരുവെഴുത്തുകൾ അവർ അറിഞ്ഞിരുന്നു. അവർ പറഞ്ഞത് അസത്യമല്ലായിരുന്നു. എന്നാൽ അവർ വേണ്ടത്ര ആഴത്തിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് യേശു എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുന്നത്. ശാസ്ത്രിമാർ മിശിഹ ദാവീദിന്റെ പുത്രനാണെന്ന് പറയും. ആദ്യനോട്ടത്തിൽ ഈ ചോദ്യം അല്പം വിചിത്രമായി തോന്നാം. കാരണം മിശിഹ ദാവീദിന്റെ വംശത്തിൽ നിന്നായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ദൈവം ദാവീദിന് ഒരു നിത്യരാജ്യത്തിന്റെ വാഗ്ദാനം നൽകിയിരുന്നു. നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിനായി കാത്തിരുന്നു. അവരുടെ പ്രതീക്ഷ വെറും രാഷ്ട്രീയമല്ലായിരുന്നു, അത് അത്യന്തം ആത്മീയമായിരുന്നു. ദൈവം ഇടപെട്ട് തന്റെ ജനത്തെ വീണ്ടെടുക്കുകയും നീതി സ്ഥാപിക്കുകയും തന്റെ രാജ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിനത്തിനായി അവർ കാത്തിരുന്നു. ചോദ്യം ദൈവം രക്ഷിക്കുമോ എന്നതല്ലായിരുന്നു, എങ്ങനെ രക്ഷിക്കും എന്നതായിരുന്നു. ഏത് തരത്തിലുള്ള മിശിഹായാണ് ആ രക്ഷ പൂർത്തിയാക്കുക എന്നതായിരുന്നു. അപ്പോൾ യേശു സങ്കീർത്തനം 110 ഉദ്ധരിക്കുന്നു. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്ത് ഇരിക്കാം. ശേഷം യേശു ചോദിക്കുന്നു, ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവൻ എങ്ങനെ അവന്റെ പുത്രനാകും? യേശു മിശിഹ ദാവീദിന്റെ പുത്രനല്ല എന്ന് പറയുന്നില്ല. അവൻ ദാവീദിന്റെ പുത്രനേക്കാൾ അനന്തമായി വലിയവനാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അവൻ ദാവീദിന്റെ കർത്താവാണ്. ദാവീദിന്റെ സന്തതിയായവൻ തന്നെയാണ് ദാവീദിന്റെ യജമാനൻ. ദാവീദിന് ശേഷം വന്നവൻ തന്നെയാണ് ദാവീദിന് മുമ്പേ ഉണ്ടായിരുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ദാവീദ് തന്നെ മിശിഹായുടെ മുമ്പിൽ നിൽക്കുന്നു. ആട്ടിടയനായ ദാവീദ്, ഗൊലിയാത്തിനെ തോൽപ്പിച്ച ദാവീദ്, രാജാവായ ദാവീദ്, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ്. എന്നാൽ അവൻ ആ മിശിഹായുടെ മുമ്പിൽ തലകുനിച്ച് പറയുന്നു, എന്റെ കർത്താവേ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാജാവ് നസറത്തിലെ ഒരു തച്ചന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. കാരണം കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് വിശ്വാസത്തിന് കാണാൻ കഴിയും. ബേത്ലഹേമിൽ ജനിച്ച ശിശു നിത്യവചനമാണ്. മറിയത്തിന്റെ പുത്രൻ ദൈവപുത്രനാണ്. നസറത്തിലെ തച്ചൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രരഹസ്യം. യേശു വെറും ജ്ഞാനിയായ ഗുരുവല്ല, വെറും പ്രവാചകനല്ല, വെറും വിശുദ്ധനായ മനുഷ്യനല്ല. അവൻ കർത്താവാണ്. എന്നാൽ ഈ സുവിശേഷം ശാസ്ത്രിമാരെക്കുറിച്ച് മാത്രമല്ല, ഇത് നമ്മെക്കുറിച്ചുമാണ്. കാരണം നമ്മിൽ പലർക്കും ശരിയായ വിശ്വാസമുണ്ട്, എന്നാൽ അത് ഇപ്പോഴും വേണ്ടത്ര ആഴമില്ലാത്തതായിരിക്കാം. യേശുവിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. വിശ്വാസപ്രമാണം നമുക്ക് അറിയാം, കൽപ്പനകൾ നമുക്ക് അറിയാം, സുവിശേഷകകൾ നമുക്ക് അറിയാം. അവൻ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചതായി നമുക്ക് അറിയാം. അവൻ ഉയിർത്തെഴുന്നേറ്റതായി നമുക്ക് അറിയാം. ഇതെല്ലാം സത്യമാണ്. എന്നാൽ യേശുവിനെക്കുറിച്ച് അറിയുന്നതും യേശുവിൻ്റേതാകുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. ശാസ്ത്രിമാർ പ്രവചനങ്ങൾ അറിഞ്ഞിരുന്നു, എന്നാൽ അവരുടെ മുമ്പിൽ നിന്നവനെ അവർ തിരിച്ചറിഞ്ഞില്ല. നമ്മളും അങ്ങനെ ആയിരിക്കാം. യേശുവിനെക്കുറിച്ച് ഒരുപാട് അറിയാം, പക്ഷേ അവനെ അകലെയാക്കി നിർത്തുന്നു. ഇവിടെയാണ് കാർമൽ ആത്മീയതയുടെ സൗന്ദര്യം. വിശുദ്ധ അവിലയിലെ തെരേസ ആത്മാവിനെ ഒരു ആന്തരിക കൊട്ടാരം ആയി വിശേഷിപ്പിക്കുന്നു. ആ കൊട്ടാരത്തിന്റെ കേന്ദ്രത്തിൽ ക്രിസ്തു വസിക്കുന്നു. ആത്മീയ ജീവിതം അകത്തേക്കുള്ള ഒരു യാത്രയാണ്, നമ്മിൽ തന്നെ സന്നിഹിതനായിരിക്കുന്നവനിലേക്കുള്ള യാത്ര. എന്നാൽ പലപ്പോഴും നാം പുറമുറികളിൽ തന്നെ നിൽക്കുന്നു. നാം പ്രാർത്ഥിക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, മതപരമായ കടമകൾ നിറവേറ്റുന്നു. എന്നാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നാം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല. അത് ഒരുപക്ഷേ ഭയമായിരിക്കാം. നിത്യജീവനെക്കുറിച്ച് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, എന്നാൽ നാളെയെക്കുറിച്ച് അല്ല.
മരണത്തെ അവൻ ജയിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഭാവിയെക്കുറിച്ച് നാം ഇപ്പോഴും ആശങ്കപ്പെടുന്നു. അവൻ കർത്താവാണെന്ന് നാം ഏറ്റുപറയുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇപ്പോഴും ഭയം ഇരിക്കുന്നു. ആ മുറി നമുക്കെല്ലാവർക്കും പരിചിതമാണ്. നമ്മുടെ ആശങ്കകൾ ആവർത്തിച്ചു ചിന്തിക്കുന്ന മുറി. എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മുറി. ദൈവം ഒരിക്കലും ഒറ്റയ്ക്ക് ചുമക്കാൻ പറഞ്ഞിട്ടില്ലാത്ത ഭാരങ്ങൾ ചുമക്കുന്ന മുറി. ആ മുറിയുടെ പുറത്താണ് ക്രിസ്തു ക്ഷമയോടെ കാത്തുനിൽക്കുന്നത്. ശിക്ഷിക്കാൻ അല്ല, സ്വതന്ത്രരാക്കാൻ. വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ ഇത് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. ചിലപ്പോൾ ദൈവം ഇരുട്ടിനെയും അനിശ്ചിതത്വത്തെയും പ്രാർത്ഥനയിലെ വരൾച്ചയും അനുവദിക്കുന്നു. അവൻ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മെ നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ആത്മീയ ഇരുട്ട് ഉപേക്ഷിക്കപ്പെടല്ല, അതൊരു ശുദ്ധീകരണമാണ്. നാം പിടിച്ചു നിൽക്കുന്ന വ്യാജസുരക്ഷകളെ ദൈവം അഴിച്ചുവിടുന്നു. അങ്ങനെ നമുക്ക് അവനെ മാത്രം മുറുകെ പിടിക്കാനാകും. ഒരു ഹൃദയത്തിൽ രണ്ട് കർത്താക്കന്മാർക്ക് വാഴാൻ കഴിയില്ല. ക്രിസ്തുവോ ഭരിക്കും, അല്ലെങ്കിൽ മറ്റാരോ. അപ്പോൾ മർക്കോസ് വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നു. വലിയ ജനക്കൂട്ടം അവനെ സന്തോഷത്തോടെ കേട്ടു. എത്ര മനോഹരമായ വാക്യം! പക്ഷേ ശ്രദ്ധിക്കുക, മർക്കോസ് പറയാത്തത് എന്താണ്? അവർ സന്തോഷത്തോടെ അവനെ അനുഗമിച്ചു എന്ന് പറയുന്നില്ല. സന്തോഷത്തോടെ സ്വയം സമർപ്പിച്ചു എന്ന് പറയുന്നില്ല. സന്തോഷത്തോടെ ശിഷ്യരായി എന്ന് പറയുന്നില്ല. അവർ അവനെ സന്തോഷത്തോടെ കേട്ടു എന്ന് മാത്രമാണ് പറയുന്നത്. കേൾക്കുന്നതും അനുഗമിക്കുന്നതും രണ്ടാണ്. പലരും യേശുവിനെ ആരാധിക്കുന്നു. പലരും അവന്റെ വചനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. പലരും അവന്റെ ഉപദേശങ്ങളിൽ നിന്ന് പ്രചോദനം നേടുന്നു. എന്നാൽ പ്രശംസ ശിഷ്യത്വമല്ല. താൽപര്യം മാനസാന്തരമല്ല. കേൾക്കൽ സമർപ്പണമല്ല. അതിനാൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ ക്രിസ്തുവിനെ കേൾക്കുകയാണോ? അല്ലെങ്കിൽ അവനെ അനുഗമിക്കുകയാണോ? ഞാൻ അവനെ പ്രശംസിക്കുകയാണോ? അല്ലെങ്കിൽ അവൻ്റേതായിരിക്കുകയാണോ? ഞാൻ അവനെ കർത്താവ് എന്ന് വിളിക്കുകയാണോ? അല്ലെങ്കിൽ അവൻ എൻ്റെ കർത്താവാണെന്ന പോലെ ജീവിക്കുകയാണോ? പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 110 ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതായി കാണും. നാം പലപ്പോഴും അതിനെ ശക്തിയുടെ പ്രതീകമായി മാത്രം കാണും. അതും ശരിയാണ്. പക്ഷേ അതിലേറെയും ഉണ്ട്. സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തു അകലെയല്ല. അവൻ നമ്മിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നവനല്ല. അവൻ ദൂരെയിരുന്ന ലോകം ഭരിക്കുന്നവനല്ല. ഭരിക്കുന്ന കർത്താവ് നമ്മോടുള്ള ഐക്യം ആഗ്രഹിക്കുന്ന മണവാളനുമാണ്. സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ മൃദുവായി മുട്ടുന്നവനുമാണ്. അവൻ നമ്മുടെ അനുസരണം മാത്രം പോരാ, നമ്മുടെ സൗഹൃദവും വേണം. നമ്മുടെ സേവനം മാത്രം പോരാ, നമ്മുടെ സ്നേഹവും വേണം. നമ്മുടെ പ്രശംസ മാത്രം പോരാ, നമ്മുടെ പൂർണ്ണ സമർപ്പണമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ ഏറ്റവും ആഴമുള്ള ചോദ്യം ഇതല്ല: യേശു ദാവീദിന്റെ പുത്രനാണോ? അല്ലെങ്കിൽ യേശു ദാവീദിന്റെ കർത്താവാണോ? ഏറ്റവും ആഴമുള്ള ചോദ്യം ഇതാണ്: യേശു യഥാർത്ഥത്തിൽ കർത്താവാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അവൻ പൂർണ്ണമായി വാഴുന്നതിനെ തടയുന്നത് എന്താണ്? ഈ ചോദ്യം ഈ ആഴ്ച നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകുക. ഉടൻ ഉത്തരം നൽകരുത്. കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായി ഇരിക്കുക. അവൻ ഉത്തരമറിയിക്കട്ടെ. ഒരു ഭയം ആയിരിക്കാം, ഒരു ബന്ധനം ആയിരിക്കാം, ഒരു മുറിവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ദൈവത്തെക്കാൾ സ്വയം ആശ്രയിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കാം. എന്തായാലും ഭയപ്പെടേണ്ട. വെളിപ്പെടുത്തുന്നവൻ തന്നെയാണ് സൗഖ്യമാക്കുന്നതും. സമർപ്പണം ആവശ്യപ്പെടുന്നവൻ തന്നെയാണ് സമാധാനം നൽകുന്നതും. ദാവീദിന്റെ കർത്താവ്, നമുക്കുവേണ്ടി മരിക്കുകയും ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവ്, വചനത്തിലും ദിവ്യബലിയിലും നമ്മിലേക്ക് വരുന്ന കർത്താവ്, ആത്മാവിന്റെ കേന്ദ്രത്തിൽ വസിക്കുന്ന കർത്താവ്. അവൻ നമ്മെ തന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ആകർഷിക്കട്ടെ. അവന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാകുവോളം, അവന്റെ സ്നേഹം നമ്മുടെ സ്നേഹമാകുവോളം, അവന്റെ ജീവൻ നമ്മുടെ ജീവനാകുവോളം. ആമേൻ.